മുഖ്യമന്ത്രി വി ഡി സതീശന് അന്ധമായ RSS ഭക്തിയെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി 24നോട്. PM ശ്രീ RSS അജണ്ട നടപ്പിലാക്കാനുള്ള പാലമെന്ന് പറഞ്ഞാൽ വി ഡി സതീശനാണ്. ഇന്ന് RSS അജണ്ട ദൃഢതയോടെ നടപ്പാക്കുന്നുവെന്നും ആദർശ് എം സജി പറഞ്ഞു. ശ്രീ വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അന്ധമായ RSS ഭക്തിയും വിധേയത്വമാണ് അദ്ദേഹത്തിനെ ഈ സർക്കാരിനെ നയിക്കുന്നതെന്നുള്ളതാണ്. PM ശ്രീ എന്നത് RSS അജണ്ട നടപ്പിലാക്കാനുള്ള പാലം എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ശ്രീ വടശ്ശേരി ദാമോദര മേനോൻ സതീശനാണ്. ഇന്ന് ആ RSS അജണ്ട നടപ്പിലാക്കാനുള്ള പാലം ദൃഢതയോടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഡീല് ആരൊക്കെ തമ്മിലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ, മതനിരപേക്ഷ ജനങ്ങൾ ചോദിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ മതനിരപേക്ഷ പൊതുസമൂഹം ഇതിനെ പ്രതിരോധിക്കും, വിദ്യാർത്ഥികൾ ഇതിനെ പ്രതിരോധിക്കും. ഒരു തരത്തിലുള്ള RSS അജണ്ടയും ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാരുണ്ട്, ഗോൾവാൾക്കറും സവർക്കറും. അദ്ദേഹം അവരെ പഠിച്ചതുപോലെ, സവർക്കറിനെയും ഗുരുജി ഗോൾവാൾക്കറിനെയും പഠിച്ചതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥികളും PM ശ്രീ നടപ്പിലാക്കുന്നത് വഴി അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കളായ സംഘപരിവാറിൻ്റെ ആത്മീയ ഗുരുക്കന്മാരെ പഠിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഒരു തരത്തിലും RSS അജണ്ടയോടുകൂടിയുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും കേരളത്തിലോ രാജ്യത്തോ നടപ്പിലാക്കുന്നതിനെ ശക്തമായി SFI പ്രതിരോധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ചതാണ്. അത് ലക്ഷ്യമിടുന്നത് ഈ CPM കൂടി ഈ കുരുക്കിൽപ്പെടുത്താനുള്ള ശ്രമമായിട്ടാണോ SFI കാണുന്നത്? PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ SFI എൻ്റെ നിലപാട് പറഞ്ഞതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കൊന്നും ഞങ്ങളെതിരല്ല. പക്ഷെ ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ആ സംഘപരിവാർ അജണ്ടയോടുകൂടിയാണ്, അതിൻ്റെ താല്പര്യത്തിന് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്, അതിന് വിധേയപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇടപെടാൻ പോകുന്നത് എന്ന് കണ്ടാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നുള്ളതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട പണമാണ്. ആ പൈസ PM ശ്രീയുടെ പേരിൽ തടഞ്ഞു വെക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ മേഖലയിലെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകേണ്ട പണങ്ങൾ, വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത് നടപ്പിലാക്കണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ ഒരു തരത്തിലുള്ള സംഘപരിവാറിൻ്റെ അജണ്ടകൾ, ദേശീയ വിദ്യാഭ്യാസ നയം അതിലൂടെ ഒളിച്ചു കടത്താനുള്ള ശ്രമം ഏതൊക്കെ ഘട്ടത്തിലുണ്ടായാലും അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നുള്ളതാണ്. മുൻ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ആശങ്ക പറഞ്ഞതാണ്. ആ ആശങ്കയുടെ എല്ലാം കൂടെ അടിസ്ഥാനത്തിലാണ് അതിലുമായി മുന്നോട്ട് പോകാൻ വേണ്ടി താല്പര്യമില്ല എന്ന നിലയിൽ രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. അത് നമുക്ക് അവകാശപ്പെട്ട 4000-ഓളം കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ തന്നെ സർക്കാർ പറഞ്ഞത് ഒരു തരത്തിലുള്ള സംഘപരിവാരവൽക്കരണം ഞങ്ങളോട് അനുവദിക്കത്തില്ല. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും എതിരല്ല. പക്ഷേ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നതിൽ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. അപ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട പണം, ഇത് BJPയുടെയോ നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന പണമല്ല, കേരളത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും അവകാശപ്പെട്ട പണമാണ്. അവർ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ്. ആ പണം ലഭ്യമാകണം. അതിന് PM ശ്രീ എന്നോ മറ്റേത് കാര്യമെന്നോ പറഞ്ഞ് അത് തടഞ്ഞു വെക്കാൻ വേണ്ടി പാടില്ല. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ചുള്ള സമരത്തിന് SFI തയ്യാറാണ്. ഈ വിഷയത്തിൽ ABVPയുടെ ഒരു പ്രതികരണം ഇന്നലെ വന്നത്, അവരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് സർക്കാരിന് ഈ തീരുമാനമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. അതായത് വി ഡി സതീശൻ സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വന്നതെന്നായിരുന്നു ശ്രദ്ധയപ്പെട്ടിരുന്നു. അതായത് ഇപ്പോൾ ABVP മാത്രമല്ല, വി ഡി സതീശനെ വിമർശിച്ചാൽ, കേരളത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിച്ചാൽ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തെ വിമർശിച്ചാൽ പ്രതിരോധിക്കാൻ വരുന്നത് K സുരേന്ദ്രനും BJP നേതാക്കന്മാരുമാണ്. അതുതന്നെയാണ് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ABVPയുടെ നേതാക്കന്മാർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു, സമ്മർദ്ദം ചെലുത്തിയിരുന്നു, എല്ലാമാണ്. ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മളങ്ങനെ വിശ്വസിക്കേണ്ടി വരുമല്ലോ. ആ സമ്മർദ്ദത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണോ ഇത് നടപ്പിലാക്കാനുള്ള ത്വര വി ഡി സതീശനും ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞല്ലോ, ഒരു വലിയ ഒരു RSS വിധേയത്വം
ഒരു വലിയ BJP വിധേയത്വം ഈ നമുക്കിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. MGയിലെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതു 30 അംഗ സെനറ്റിൽ 19 പേര് സംഘപരിവാർ ബന്ധമുള്ളവരാണ്, സംഘപരിവാറിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ നിലയിലാണ് ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം ഈ ഒരു മാസത്തിന് ഇടയിൽ തന്നെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ഇവിടെ എല്ലാം കാണേണ്ട BJPയുടെ സമ്മർദ്ദവും RSSൻ്റെ സമ്മർദ്ദവും ABVPയുടെ സംഘപരിവാർ ശക്തികളുടെ എല്ലാ സമ്മർദ്ദവും അവിടെ ഉണ്ട്, അതിൽ വിധേയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തീരുമാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനാണോ SFIയുടെ തീരുമാനം? ശക്തമായിട്ടുള്ളൊരു പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാവും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം ആ ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട പണം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകണം. അതിനുള്ള പോരാട്ടവും നടക്കും. സംഘപരിവാറിൻ്റെ അജണ്ട VD സതീശനിലൂടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിലോ സ്കൂളുകളിലോ പൊതുവിദ്യാഭ്യാസത്തിലോ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായിട്ടുള്ള പ്രതിരോധം വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാവും, കേരളത്തിലെ മതനിരപേക്ഷ ജനങ്ങളിൽ നിന്ന് ഉണ്ടാവും. VD സതീശൻ ഒരു ഒറ്റുകാരനായി കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു ഒറ്റുകാരനായി അദ്ദേഹം മാറരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.